ഇപ്പോഴെന്താ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവവേദനെ അവസാനം ബാലൻസ് നോക്കും. അവശേഷിക്കുന്നത് ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും നമുക്കറിയാമല്ലോ, കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ നോക്കി, നമ്മുടെ ഇൻകം നോക്കി ബാലൻസ് നോക്കും അല്ലേ? നമ്മുടെ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചിലവ് നോക്കി അതിൻ്റെ വരവ് നോക്കിയിട്ട് വരവിൽ നിന്ന് ചിലവ് തട്ടിക്കഴിച്ചിട്ട് ബാലൻസ് എടുക്കും. അതാണ് കണക്കെടുപ്പ്. കണക്കെടുക്കുമ്പോൾ എന്താണ് പറയണത്? അവശേഷിക്കണമെന്നാണ് പറയണത്. എന്താ അവശേഷിക്കേണ്ടത്? എല്ലാ പ്രോജക്റ്റും കഴിയുമ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ് അവശേഷിക്കേണ്ടത്? അതാണ് ലൂക്ക 18:7 പറയണത്. എന്താണ്? രാവും പകലും ആ വിധവ കണ്ണീരോടെ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് ദൈവത്തോട്, ആ രാജാവിനോട്, നിർദ്ദയനായ രാജാവിനോട് ചോദിച്ചു. അയാളെന്ത് പറഞ്ഞു? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ശരി, ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അതായത് അമ്പിനും വില്ലിനും അടുക്കാത്തൊരു മനുഷ്യനാണ്. മനുഷ്യത്തിൻ്റെ കരുണയുടെ അംശം പോലും ആ ഹൃദയത്തിലില്ല. കരിങ്കല്ല് പോലെ ഇരിക്കുക. എന്നാലും പറയാം, കരിങ്കല്ല് പോലെ ഇരിക്കണവനായാലും ശരി, അയാളുടെ തീരുമാനം എന്താണ്? ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് ഉടനെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പറയും, അങ്ങനെയാണെങ്കിൽ, കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? എൻ്റെ കാര്യത്തിന് കാലവിളംബം വരുത്തുമോ? ഇത്രയും ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അവസാനം ചോദിച്ചിരിക്കുന്നത് എങ്കിലും. ഇങ്ങനെ പ്രാർത്ഥിക്കണതെല്ലാം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ കൊടുത്ത്, ഇപ്പം കൊടുക്കാൻ പറ്റാത്തതാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇപ്പം ഇന്നും സാക്ഷ്യം ഉണ്ടായാലേ 8 പ്രാവശ്യം 6 കൊല്ലം IELTS എഴുതിയ പറഞ്ഞില്ലേ? 6 കൊല്ലം IELTS എഴുതി തോറ്റു. ഉടമ്പടി ചെയ്തപ്പോൾ 7.5 കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ആ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അത് 6 കൊല്ലം IELTS എഴുതി തോറ്റിട്ടുണ്ടെങ്കിൽ 7ാമത്തെ കൊല്ലം തോക്കും. കാരണം ജയിക്കണ ആൾക്കാരാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ തന്നെ ജയിച്ചു പോകും. അത് അവരുടെ ഫോണറ്റിക്സ് ആയാലും അവരുടെ പ്രൊനൗൺസിയേഷൻ ആയാലും അവരുടെ റൈറ്റിംഗ് ആയാലും ഒക്കെ ആവും. അതേസമയം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാര്യം ചില സമയത്ത് സിലബസ് മാറിപ്പോവും. അപ്പോൾ എന്താ പറയണത്? ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്തിട്ട് 7.5 കൊടുത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. രാവും പകൽ നിലവിളിച്ച് അപേക്ഷിച്ചിട്ട് അമ്മ മധ്യസ്ഥം നിന്നു. അമ്മ മധ്യസ്ഥം നിൽക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? എങ്കിലും എന്ന് പറഞ്ഞാൽ, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യം എന്ന പ്രാർത്ഥനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദൈവം അവശേഷിക്കണം. ബാലൻസ് കോളത്തിൽ ബാലൻസ് ഉണ്ടാകണം. നീ പരീക്ഷയെ അതിജീവിച്ചാലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാലും ദൈവം നോക്കണത് എന്താ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് അവശേഷിക്കുന്നുവെന്നാണ്. വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ 2ാമത്തെ ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെ ചോദിക്കാവുന്നത്, പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ? അതിൻ്റെ കൂടെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ദൈവസ്നേഹം, ദൈവിക പുണ്യമാണല്ലോ. ദൈവിക പുണ്യമായ ദൈവസ്നേഹം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ആ ചോദ്യമാണത്. ഒരു 200 അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാലും പിന്നെയും അടുത്ത വിഷയം വരുമ്പോൾ നിങ്ങൾ പതറണം. എന്തുകൊണ്ടാണ്? ഒരു 20 അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാലും അടുത്ത രോഗം വരുമ്പോൾ നിങ്ങൾ പതറണം. എന്തുകൊണ്ടാണ്? വിശ്വാസം അവശേഷിക്കാത്ത കൊണ്ടാണ്. സാക്ഷ്യം പറഞ്ഞു എന്നുള്ളത് അനദർ തിങ്. അതും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് ഈശോ പറയണത്. ദൈവം നോക്കണ സാക്ഷ്യത്തെക്കാളുപരി ഈ വലിയ പ്രോജക്റ്റ് ചെയ്തിട്ട് എന്ത് അവശേഷിച്ചു എന്നാണ് നോക്കണത്. ഇപ്പോൾ ഒരു ദിവസം ഇവിടെ രതീഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം വരുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് വേറൊരു ജോലിയൊക്കെ കിട്ടി അദ്ദേഹം സന്തോഷത്തോടെ ഇവിടുന്ന് പോയി. മാതാവിൻ്റെ അടുത്ത് 15 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഓർക്കും, രതീഷിൻ്റെ വീട് സ്ഥലവും ജപ്തിയായിപ്പോയി. ജപ്തിയായിപ്പോയി ഇന്ന് ഉച്ചക്ക് ജപ്തിയാകേണ്ടതാണ്. ജപ്തി കഴിഞ്ഞിട്ട് ലേലമായി. വീട് സ്ഥലമാണ്. ലേലമാകുന്നതിന് അപ്പോൾ പ്രാർത്ഥിക്കണ എത്രയാണ്? 3.5 കൊല്ലം ആ മനുഷ്യൻ പ്രാർത്ഥിക്കണേ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വിവാഹം, ജോലിയും, കുടുംബത്തിൻ്റെ ഇനിയുള്ള കാഴ്ച എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കണത്. പക്ഷേ അദ്ദേഹം ഒരു മനസ്സിലൊരു പ്ലാൻ ചെയ്ത്, എന്താ അത് എന്നോടും പറഞ്ഞ്, ഒക്ടോബർ 31 അന്ന് അമ്മ ഇടപെടും. ഒക്ടോബർ 31 അന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ബോധ്യമാണത്. ഒക്ടോബർ ജപമാല മാസം അവസാനിക്കുന്ന മാസമാണ്. അന്ന് അമ്മ ഇടപെടും. അതാണ് പുള്ളിക്കാരൻ കൂളായിട്ട് നടക്കുന്നത്. അതെന്താ സംഭവം? എന്നിട്ട് ആ ഒക്ടോബർ 31 തന്നെ അദ്ദേഹത്തിൻ്റെ കടത്തിനേക്കാൾ വിലക്ക് വേറെ ഒരുത്തനെ കൊണ്ട് മാതാവ് ആ ഒക്ടോബർ 31 സ്ഥലവും വീടും എടുപ്പിക്കും, വിലക്കെടുപ്പിക്കും. എന്നിട്ട് അവിടെ തലവൂരും. പക്ഷേ എനിക്ക് അതിനേക്കാൾ വിസ്മയമായിട്ട് തോന്നിയത്, ഇങ്ങനെ വീട് സ്ഥലവും ലേലത്തിലിരിക്കുമ്പോഴും രതീഷ് ഇവിടെ കൂടി കൂളായിട്ട് നടക്കും. എന്താ പറയണത്? അവനോട് ചോദിക്കപ്പെടുന്നത് 31 അമ്മ വിഷയത്തിൽ ഇടപെടുമെന്ന്. 31 ജ്ഞാനസ്ഥാനപ്പെടും പോലും പെടാത്ത ഒരു അജ്ഞാനിയാണ് അവൻ ഇത്രയും, അതായത് തറവായിട്ടുള്ള അക്രൈസ്തവ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ജനിച്ച് വളർന്ന ആളാണ്. പക്ഷേ വിശ്വാസത്തിന് സൂക്ഷിക്കണേ എന്താ? അതായത് ഈ വീട് സ്ഥലം ലേലത്തിൽ പോകുന്ന ആ കാലങ്ങളിലൊക്കെ ഇവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് അമ്മ ഒക്ടോബർ 31 ഇടപെടും. അപ്പോൾ എന്താ? അത് അവശേഷിച്ച വിശ്വാസമാണത്. കഴിഞ്ഞ കാലങ്ങളിലൂടെ ദൈവമായിട്ട് ജീവിച്ചു കഴിഞ്ഞും പ്രാർത്ഥിച്ചു കഴിഞ്ഞും പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നിന്ന് അവശേഷിക്കുന്ന വിശ്വാസത്തിലാണ് അവനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ആ വ്യക്തി. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ചോദ്യമാണിത്. 18:7 ലൂക്കായിൽ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ഇപ്പം രാവും പകലും കയറി ഇറങ്ങി ആ വിധവ പ്രാർത്ഥിച്ച് അവസാനം കാര്യം നടന്നു ഇല്ലേ? കാര്യം നടന്നു കഴിഞ്ഞ് വിധവയുടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ രീതി അനുസരിച്ച് കാണാതെ പോയത് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുമ്പോൾ എൻ്റെ കളഞ്ഞുപോയ ദ്രാഗ്മ കളഞ്ഞു കിട്ടിയിരിക്കുന്നു, എൻ്റെ കളഞ്ഞുപോയ ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷിക്കുകയല്ലേ വേണത് അല്ലേ? പക്ഷേ ഇവിടെ എന്താ പറയണത്? ഇവിടെ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിക്കും, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? മക്കളെ, ഒരു വിഷയം, എത്രയെത്ര വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു. അന്നെല്ലാം കർത്താവ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കണം? ഇവിടെ വരെ എങ്ങനെ നിലനിന്ന്? അപ്പോൾ കുഞ്ഞിക്കാലം മുതൽ ഇന്ന് വരെയുള്ള നിൻ്റെ പഠന ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസ ജീവിതം, നിൻ്റെ വിവാഹ ജീവിതം, ഇങ്ങനെയുള്ള ഓരോരോ കാലങ്ങളിൽ കർത്താവ് സഹായിച്ചിട്ട് ആണ് നീ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഇപ്പോൾ രോഗമുണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും മനസ്സിന് ഇടയ്ക്ക് ഒരു സാമ്പത്തികമായ കടമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഒരു കേസോ കള്ളക്കേസോ വഴിയില്ലാത്ത അവസ്ഥയോ ഉണ്ടായി, അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവദൂഷ്യം ഉണ്ടായി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ടായി, ഭാര്യയുടെ സംശയം ഉണ്ടായി, ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പോഴെന്താ നിനക്ക് ഇപ്പോഴൊരു മുമ്പത്തേക്കാൾ ഉത്കണ്ഠ വന്നിരിക്കണത്? മുമ്പത്തേക്കാൾ നിനക്ക് സങ്കടം വന്നിരിക്കണേ എന്താ? നീ ഇത്രയും വലിയ തീക്കടലൊക്കെ നീന്തിപ്പോകുന്ന ആളാണല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നീ വല്ലാണ്ടായിരിക്കണത്, നീ വിഷമിക്കണേ എന്താ? ദാറ്റ് മീൻസ് വിശ്വാസം അവശേഷിച്ചില്ല എന്നർത്ഥം. അതാണ് പ്രശ്നം. കാര്യങ്ങളെല്ലാം ഒത്തിരിയേറെ കണ്ടു, ഒത്തിരിയേറെ ദൈവത്തിൽ നിന്ന് നേടിയിട്ടും ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ നീ എന്താണ് വിറക്കണത്? നീ എന്താണ് പതറണത്? ദാറ്റ് മീൻസ് പ്രത്യാശ അവശേഷിച്ചില്ല. കർത്താവ് ഒരു ചോദ്യമാണ് ചോദിച്ചത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, നമുക്കറിയാമല്ലോ മനുഷ്യപുത്രൻ വരുമ്പോഴെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണത്? ഇത് ലൂക്കായുടെ സുവിശേഷമല്ലേ? 18-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യപുത്രൻ വരുമ്പോഴെന്ന് പറയണം. ഇപ്പോൾ ആഗമന കാലമാണ്. 2-3 തരം പരൂസ്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എസ്കത്തോളജിക്കലായിട്ട് നിത്യതയിൽ ദൈവം രാജാതിരാജനായിട്ട് നമ്മളെ അന്ത്യവിധിയാളനായിട്ട് വരുന്നതാണ് എസ്കത്തോളജിക്കൽ പരൂസ്യ, കർത്താവിൻ്റെ അവസാന വരവ്.
പിന്നെ ദൈവം ഇടക്കിടക്ക് വരും. ഇമ്മീഡിയറ്റ് പരൂസ് ചെയ്യാൻ തിയോളജി പറയും. ഇടക്കിടക്ക് വരണത് വെച്ചാൽ ഇപ്പം ഞാനൊരിക്കൽ ഒരു ചേട്ടത്തി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛന് 3 ദിവസം ഞാൻ ഇടവകയില്ലായിരുന്നു. അപ്പോൾ എന്നെ വന്ന് വളരെ പരിഭവത്ത് കൊടുക്കും. അവർ ആ ദിവസങ്ങളിൽ വലിയ സങ്കടമായിരുന്നു, വലിയ സങ്കടത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് വലിയ പരിഭവമായിട്ടാണ് പറഞ്ഞത്, അച്ഛന് എവിടെ പോയിരുന്ന് മനുഷ്യന് സഹിക്കാനുള്ളതിൻ്റെ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് ഇത്, അവളോട് ചോദിക്കാൻ പറഞ്ഞു. ആരാണ്? മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ മകളുടെ എന്നോട് സംസാരിക്കുന്ന വലിയ അമ്മച്ചിക്ക് 10, 60, 65 വയസ്സുണ്ട്. ഈ മകൾക്കും 10, 35 വയസ്സുണ്ടാവും. മകളുടെ 2 മക്കളുണ്ട്. അപ്പോൾ ഈ മകളുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ മകളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ അനുജന് ആണ് പിന്നെ ഇവരുടെ വീട്ടിൽ ചിലവൊക്കെ. അപ്പോൾ ചേട്ടത്തി ഇനി വീട്ടിൽ പോകണ്ട, വീട്ടിൽ തന്നെ നിന്നോളൂ, പിള്ളേരൊക്കെ ദൃഢമാകുന്നവരെ, പിന്നെ ദൃഢമായി കഴിയുമ്പോൾ പിന്നെ ഒക്കെ വരുമാനമൊക്കെ ആകും, അതുവരെ ഞാൻ പിള്ളേരെ നോക്കിക്കൊള്ളാം എന്ന് ചിറ്റപ്പൻ പറഞ്ഞു. ചിറ്റപ്പന് പിള്ളേരും മക്കളും ഭാര്യയൊക്കെ ഉള്ള ആളാണ്. എങ്കിലും ചിറ്റപ്പന് നല്ല സ്വഭാവമുള്ളത് കൊണ്ട് പറഞ്ഞ് ഇപ്പം പിള്ളേരൊക്കെ ഇത്രയും വലുതായപ്പോൾ ചേട്ടത്തിയുടെ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ അപ്പന്മാരൊക്കെ ഭയങ്കര വയസ്സും പ്രായം രോഗികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കാൻ പാടായിരിക്കും, എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ചിറ്റപ്പൻ നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ മക്കളൊക്കെ അതുപോലെ അനുസരിച്ച് പഠിപ്പിക്കാൻ ചിറ്റപ്പൻ്റെ കൈ പറ്റണ പോലെയൊക്കെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വളർന്ന് വരികയാണ്. 10, 18, 20 വയസ്സൊക്കെ ആയി. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റപ്പനെ ഇവർ മൈൻഡ് ചെയ്യാത്ത കണ്ടീഷനായി. ആര്? മക്കൾ. ഇപ്പോൾ നമ്മളൊരു വിഷയം കഴിഞ്ഞാലും അമ്മമാർക്ക് പറയാമെങ്കിലും മൈൻഡ് ചെയ്യേണ്ടതാരാണ്? എടാ ചിറ്റപ്പൻ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കണമല്ലേ, നിങ്ങളെ നോക്കിയതല്ലേ, ഇങ്ങനെയൊക്കെ കുറേ പറയാവുന്നല്ലാതെ ഈ പിശാചുക്കൾക്ക് മനസ്സിലാകണില്ല. അവർ വെള്ളം ഒഴിച്ച് ഇടയ്ക്ക് ശംഭുവും ശാന്തിയൊക്കെ വെച്ച് അങ്ങനെ വിവരമില്ല വെളിയില്ല നടക്കുമ്പോൾ ചിറ്റപ്പൻ മടിയും വഴികൊക്കെ എടുക്കുമ്പോൾ ചിറ്റപ്പനോട് ഇവർക്ക് ഭീഷണിയാണ്. സ്നേഹിക്കണേക്കാൾ ഒരു ഇങ്ങനെ അപ്പന് ശേഷം ഇവർ മോശപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചിറ്റപ്പൻ ഇത്തിരി കർക്കശമായപ്പോൾ ചിറ്റപ്പനോടൊരു വെറുപ്പല്ല, അകൽച്ച. അപ്പോൾ ചിറ്റപ്പൻ്റെ ചേട്ടത്തെ വൈഫ് പറയുന്നുണ്ട്, എന്തിനാണ് ഇളവഴങ്ങണത്? നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് പിടിച്ച് പറിച്ച് കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഒരു വില പോലും ഇല്ലല്ല എന്ന് ഇവരെപ്പോഴും. ഇവർ വേറെ ഒന്നും പറയത്തില്ല, കൊടുക്കണ്ടെന്ന് മേടിക്കണ്ടെന്ന് പറയത്തില്ല. ആറ്റം പണി ചെയ്യണ പാർട്ടിയാണ്. വളരെ സൗമ്യമായി പറയും, എന്താ നമ്മുടെ മക്കളുടെ ഇത് പിടിച്ച് പറിച്ച് കൊടുക്കണതിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വില പോലും അവർ കാണിക്കണില്ലല്ലോ. അപ്പോഴേ ഇതപ്പടി എനിക്ക് തോന്നണം എന്നൊക്കെ പറഞ്ഞ് ചിറ്റപ്പനി വിളവ് ഓടിച്ചിടും. ആരാ? ഭാര്യനെ. അപ്പോൾ അതിനെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റും. പിന്നെ രണ്ടാമത് സംസാരിക്കത്തില്ല. എന്താ പോട്ടെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കൂടെ പ്രമാണ ചിലക്കാരാകുമ്പോൾ ഞാൻ വേറെ കടന്ന് വന്നതല്ലേ, ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് അവരവരുടെ വീട്ടിൽ പോകും, അവരുടെ വിഡ്രോ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം പ്രശ്നം വെച്ചാൽ അമ്പലപ്പരിപാടിക്ക് ചിറ്റപ്പൻ ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവന്മാരുന്നുണ്ട് റമ്മിയ പന്നിമലത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അമ്പലം. അപ്പോഴേ സാധാരണഗതിയിൽ ചിറ്റപ്പൻ അതിലൂടെ പോകുമ്പോൾ ഇവരെഴുന്നേക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് മാറിക്കളയുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതിനകത്ത് വെള്ളവടി പാർട്ടിയാണത്. പക്ഷേ ഇവന്മാർ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്ന് അതോടുകൂടി പിടിപെട്ട് പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര സങ്കടം. കാര്യം ഈ ആ ചേട്ടൻ മരിച്ചതിന് ശേഷം ഈ മക്കളെ സ്വന്തം മക്കളെപ്പോലെ വളർത്തിയിങ്ങനെ അവസാനം നാട്ടുകാരുടെ മുമ്പിലും അവന്മാർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നാട്ടുകാരുടെ മുമ്പിലും മാനിക്കാതിരുന്നപ്പോഴേ ആ ചിറ്റപ്പം ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചേട്ടത്തിൽ പറഞ്ഞു, ചേട്ടത്തി എൻ്റെ വൈഫിൻ്റെ വഴക്കം കേട്ട് പിള്ളേടക്കൊന്നും പിടിച്ചു പറിച്ചാണ് നിങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കിയത്. ഒരു പട്ടിയുടെ വില പോലും ആ മക്കളിപ്പോൾ എനിക്ക് തരണില്ല. അതുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ വിധിയായി നിങ്ങളുടെ പാടായി ഇഷ്ടമുള്ളവർ ചെയ്യും, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ലെന്ന് പറയും. അപ്പോഴും ഇവിടെ ആകെപ്പാടെ കലങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമോ? വീട്ടിൽ പോകാൻ പറ്റത്തില്ല. എന്നാൽ മക്കൾ വല്ലതും ഗുണം പിടിച്ചിട്ടുണ്ടോ? അതുമില്ല. എല്ലാം കൊണ്ട് ഇവൾ വിഷമിച്ച് ഇവളുടെ അമ്മ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഡയറക്റ്റ് ഉത്തരവില്ല. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഉത്തരവില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും. എന്താ കാര്യം? നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യം 10-30 കൊല്ലമായത് കാരണം
10-20 ലക്ഷം മനുഷ്യരെ പ്രാർത്ഥിച്ച് കൗൺസിലിരിക്കണ കാരണം ഡയറക്റ്റ് ഉത്തരവ് ഉടനെ കിട്ടും. വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ തന്നെ ചെയ്യണമല്ലേ. പക്ഷേ ചില സമയത്ത് ഒരു ഉത്തരം കിട്ടത്തില്ല. നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പണ്ടൊക്കെ എനിക്ക് വിഷമാവും. കാര്യം ഇനി എന്ത് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിഷമമില്ല. എന്താ കാര്യം? ഉത്തരം കിട്ടാത്തത് കർത്താവിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. ഇനി കർത്താവിൻ്റെ ഒക്കെ നേരിട്ട് മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് കർത്താവിൻ്റെ അടുത്ത് നേരിട്ട് മേടിക്കാനല്ല നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത്. അതിന് ബിബ്ലിക്കൽ മെസ്സേജുണ്ട്, ചാർട്ടിംഗ് മെസ്സേജുണ്ട്, വിഷൻ മെസ്സേജുണ്ട്, കുറേ മെസ്സേജുകളുണ്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കൈകമത്തി വെച്ച് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ഈശോ എന്നെ പറയാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. തിരിച്ചു പോകണം മക്കളെയും കൊണ്ട്. അതാ ഇനി ഇവിടെ താമസിക്കണം, ഇവിടെ എന്തുമാത്രം കഴിഞ്ഞു കൂടാൻ പറ്റും. ആപ്പടെ പുലിവാലാകയാണ്. കാര്യം ഈ പിള്ളേർ വന്ന ചിറ്റപ്പിന് അമ്പതിന് മുന്നേ ഇനി അടുക്കത്തില്ല, പ്രശ്നമാകും. അപ്പം ഇനി ആരും ഇല്ലല്ലോ എന്നുള്ള, ഈ അമ്മയും മരിച്ചു പോയാൽ പിന്നെ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു വ്യാവലാതിയായി. അപ്പം ഞാൻ ഇങ്ങനെ ബൈബിളിൽ കമത്തി വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ബൈബിൾ മെസ്സേജ് നിങ്ങൾക്ക് ഇങ്ങനെ ബൈബിൾ മെസ്സേജ് എടുക്കണം നല്ലതാണ്. ഭയങ്കര പാടാണ്. തത്തപ്പെട്ടി ഉപേക്ഷിച്ച് കളഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകും. തത്തപ്പെട്ടിയിലാണല്ലോ ഇപ്പോൾ പ്രശ്നമൊക്കെ മുഴുവൻ ഇരിക്കണേ. തത്തപ്പെട്ടി എന്ന് പറയുന്നത് വീട്ടിലിരിക്കണല്ലേ, ആ ചീട്ടെടുക്കണ പരിപാടി. അത് സൂചിപ്പിക്കണ കുറച്ച് വചനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. അത് കാരണം അത് വെച്ച് ദൈവമനസ്സ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തത്തപ്പെട്ടിയിലല്ല, കറക്റ്റ് ഈ സമ്പൂർണ്ണ ബൈബിളിൻ്റെ മെസ്സേജ് എടുക്കാൻ അരുവി ചോദിച്ചാൽ കർത്താവ് കുറേ നാൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ 2-3 സമയത്തൊക്കെ സന്ദേശം തരുമ്പോൾ കർത്താവ് വാച്ച് ചെയ്യും, നമ്മളത് പാലിക്കുന്നുണ്ടോ. നമ്മൾക്ക് പറ്റാത്ത സന്ദേശമാണെങ്കിൽ നമ്മൾ മടക്കി വേറെ വഴിക്ക് പോയി കളയും. അതാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റണത്. ഞാനിവിടെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നമുക്കിഷ്ടപ്പെട്ടതല്ല കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ, നീ ഒരു കല്യാണം എന്നോട് ചോദിക്കണം. ആ കല്യാണത്തെക്കുറിച്ച് മെസ്സേജ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മെസ്സേജ് കിട്ടുമ്പോൾ നീ ഒത്തിരി ആശിച്ച് മോഹിച്ച് പോയ കല്യാണമാണ്, അല്ലെങ്കിൽ പറമ്പാണ്, അല്ലെങ്കിൽ വീടാണ്, അല്ലെങ്കിൽ ജോലിയാണ്. പക്ഷേ ഈ മെസ്സേജ് വരുമ്പോൾ പൈസ കൊടുക്കേണ്ടെന്നാ, ആ കല്യാണം വേണ്ടെന്നാ, ആ ബന്ധം ഒഴിവാക്കാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ അത് ഒഴിവാക്കത്തില്ല. എന്നിട്ട് ന്യൂട്രലായിട്ട് അതും കൊണ്ട് തന്നെ നടക്കും. അപ്പോൾ തന്നെ കർത്താവിന് ആദ്യകാലങ്ങളിൽ വിശ്വാസം പോയാൽ പിന്നെ എടുക്കാൻ പാടായിരിക്കും. ഇപ്പം ഇന്നാൾ വീൽ ചെയറിൽ 2 കുഞ്ഞുങ്ങളിവിടെ വന്നായിരുന്നു. 9-14 വയസ്സൊക്കെ ഉള്ള 2 വീടുകൾ വീൽ ചെയറിൽ കൊണ്ടുവന്നു. അപ്പം മൈക്കൽ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഇവിടുത്തെ സഹപ്രവർത്തനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ആ സാറ് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മക്കളാണിത് 2 പേരും. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, അവർക്കൂടെ ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. വീൽ ചെയറിലാണ്, ജന്മന അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, ഈ കേസ് അച്ഛനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് കേസാണിത്? ഇത് അച്ഛൻ വാടകപ്പള്ളി 2004 ഇരുന്നപ്പോൾ ഒരു അഫയർ കേസ് വന്നതാണ്. അന്ന് ഇവൻ്റെ അമ്മയെ ഇവൻ്റെ അപ്പൻ സ്നേഹിച്ചടക്കുന്ന കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ അച്ഛനോട് പോയി ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമാണ് ഈ ബന്ധമെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ശരി, എന്നാൽ ചേട്ടന് സാമ്പത്തികമായി സഹായിക്കുന്ന കാരണം, അല്ലെങ്കിൽ വേറെ അവരുമായിട്ട് തമ്മിൽ അടുപ്പമുള്ളത് കാരണം ചേട്ടന് എൻ്റെ വാക്ക് ഇയാൾക്ക് ധിക്കരിക്കാൻ പറ്റണില്ല. എന്നാൽ ചേട്ടനെയും കുഴക്കാൻ സൂപ്പിച്ചേക്കാം, അച്ഛനെങ്കിൽ അച്ഛൻ മെത്താനെങ്കിൽ വെച്ച് വന്ന് കണ്ടാൽ വേറെ മുടക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അഫയർ മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു, ഈ അഫയർ ശരിയാകത്തില്ല, നിനക്ക് ജീവിതകാലത്ത് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ക്ലോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നോടും പറഞ്ഞു, ചേട്ടനോടും പറഞ്ഞ് ഇയാൾ വണ്ടി വിട്ട്. പക്ഷേ ഇയാൾ ന്യൂട്രലായിട്ട് അഫയർ തുറന്നും കൊണ്ടുപോവുകയും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ആ കല്യാണം കഴിച്ച് പ്രസവിച്ച 2 പിള്ളേർക്കും അനങ്ങാൻ പാടില്ല, ഇപ്പോഴും അനങ്ങാൻ പാടില്ല. ഇപ്പോഴും വീൽ ചെയറിലാണ് അങ്ങ് നടക്കുന്നത്. അപ്പം അച്ഛൻ ആ കേസാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ മെസ്സേജ് എടുക്കും, എന്നിട്ട് അവർ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഓക്കെ ഫാദർ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അവർ ലൈൻ അടിച്ച് വെച്ചിരിക്കുന്ന കേസല്ലേ, അവർ മാറത്തില്ല, പണി കിട്ടും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ ദൈവഹിതം അറിഞ്ഞതിന് ശേഷം നമ്മുടെ വൈകാരികമായ അഭിനിവേശം കൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളെ പിന്നെ വിശ്വസിക്കത്തില്ല. കാര്യം ദൈവത്തെ ഇപ്പം ചാർട്ടും മെസ്സേജ് നല്ലതാണ്, പക്ഷേ നമ്മൾ 2 പ്രാവശ്യം നമ്മൾ സത്യസന്ധമായിട്ട് നിന്ന് അതനുസരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ പോവത്തുള്ളൂ എന്ന് വിചാരിച്ച് ദൈവത്തിന് ഒരു വിശ്വാസം കൊടുത്താൽ പിന്നെ സംസാരിക്കണ എല്ലാം ദൈവം നമ്മളോട് കറക്റ്റ് സംസാരിക്കും. എല്ലാം പിന്നൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യം. ഞാൻ 2-3 കൊല്ലമല്ലേ, 30 കൊല്ലമായില്ലേ, 30 കൊല്ലം ഫോളോ ചെയ്യണമല്ലേ. അപ്പം അത് പറഞ്ഞൊക്കെ അത് അച്ചുട്ട പോലെ നമ്മുടെ ആ സബ്ജക്റ്റ് തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു വെച്ച്, ഭർത്താവ് മരിച്ചു, 2 മക്കൾ ഇങ്ങനെയായിപ്പോയി, ചിറ്റപ്പനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണം, എന്താണെന്ന് പറയാം, നമുക്ക് നോക്കാം, ഈശോ എന്നാ പറയാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളൊക്കെ ഉപയോഗിച്ച് വെച്ചിട്ട്
വിശ്വാസ പ്രമാണം ചൊല്ലി. വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ചേച്ചിയോട് രണ്ട് നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി നമ്പർ പറഞ്ഞു. നമ്പർ പറഞ്ഞത് ലൂക്കാ 21 അതായത് അന്നാളുകളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കുമെന്ന്. അപ്പോൾ അവർക്കാർക്കും മനസ്സിലായില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യം എന്താണ്? സൂര്യൻ ഇരുണ്ട്, അനന്തരം മനുഷ്യപുത്രൻ സകല മാലാഖമാരുടെ കൂടെ എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണുമെന്ന്. അതാണ് മെസ്സേജ്, അതാണ് വചനം. ഇപ്പം ഞാൻ പറഞ്ഞ സൂര്യൻ ഇരുണ്ട് പോയ കാര്യമാണ് ഈ പറയണത്. ഭർത്താവ് മരിച്ചൊക്കെ പോയി, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, ചിറ്റപ്പരിപ്പ് വരുമാനം ഇപ്പം തന്നെ ചിറ്റപ്പൻ പറഞ്ഞ് ഇനി ഞങ്ങൾ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു. നക്ഷത്രങ്ങൾ മക്കളാണ് നിബന്ധിച്ചു. പക്ഷേ ഇനി എന്താ സംഭവം? അവസാനൊരു വചനമുണ്ട്, അനന്തരം മനുഷ്യപുത്രൻ സകല മാലാഖമാരുടെ കൂടെ വരും. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ ഭർത്താവിനെ കണ്ടുകൊണ്ടോ ഭർത്താവിൻ്റെ അനിയനെ കണ്ടുകൊണ്ടോ മക്കളെ കണ്ടുകൊണ്ടോ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ കണ്ടുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ലേശങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കർത്താവ് വരാൻ കാലമായെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ മനസ്സിലായില്ലേ? രോഗങ്ങളാകാം, കടങ്ങളാകാം. ഇപ്പം കർത്താവ് വരുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാകണത്, നമുക്കത് ഫീൽ ചെയ്യണത്, പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണത് നല്ല ഒരു അന്തരീക്ഷത്തിലല്ല. വളരെ പ്രതികൂലമായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള ഒരു 2-3 അനുഭവങ്ങൾക്ക് ശേഷമാണ് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്.